സർവഭൂതദയാവര രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. മൂകം കരോതി വാചാലം പഹും ലംഘയതേ ഗിരിം യൽകൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യാനോപശാന്തയേ. ഈശ്വരസ്വരൂപികളെ, നിങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ സാദരം സവിനയം പ്രണമിക്കട്ടെ. നമ്മൾ ഏതൊരു വ്രതവും എടുക്കുന്നത് നമ്മളുടെ ഉള്ളിലെ നന്മ വളരുന്നതിന് വേണ്ടിയാണ്. പൊതുവെ ഒരു ധാരണ എല്ലാവർക്കും ഉള്ളത്, ഈശ്വരനെ ആരാധിക്കുന്നവരൊക്കെ നല്ലവരാണ്, അല്ലാത്തവരൊക്കെ മോശമാണ് എന്നുള്ളൊരു ധാരണ ഉണ്ട്. പൊതുവെ ഹിന്ദു സമൂഹത്തിന് അങ്ങനെ ഒരു ധാരണയാണ്. അത് പൂർണ്ണമായിട്ടും ശരിയല്ല. ശരിയാണ്, തെറ്റെന്ന് പറയാൻ വയ്യ. പക്ഷെ എങ്കിലും ഈശ്വരനെ ആരാധിക്കുന്നവർ മുഴുവനും നല്ലവരാണ് എന്ന് ധരിക്കരുത്. എന്താ കാരണം എന്നറിയോ? ശിവഭക്തന്മാരില് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു 10 പേരെ നമ്മൾ എണ്ണുന്നുണ്ടെങ്കിൽ അതിൽ രാവണൻ പെടും. രാവണൻ ഏറ്റവും നല്ല ശിവഭക്തനാണെന്ന് മാത്രമല്ല, ശിവഭഗവാൻ തൻ്റെ ആ ഭക്തിയിൽ പ്രസാദിച്ചിട്ട് തൻ്റെ ചന്ദ്രഹാസം എന്ന് പറയുന്ന ആയുധം പോലും രാവണന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് ആർക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചന്ദനക്കൊടി തൊടുക, ഭസ്മം തൊടുക, അതിപ്പോൾ ആർക്കും ചെയ്തുകൂടെ? മാല ധരിക്കുക, ശബരിമലയ്ക്ക് പോവുക, അതൊക്കെ എല്ലാവർക്കും ചെയ്യാം. അപ്പൊ ഈ പോകുന്നത് കൊണ്ട് എന്താണ് നമ്മൾ അർത്ഥാക്കുന്നത്? മനഃകൃതം കൃതം രാമ ശരീരകൃതം കൃതം. മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള വ്രതം അല്ലെങ്കിൽ അനുഷ്ഠാനം, കർമ്മം എന്ന് പറയുന്നത്. മനസ്സുകൊണ്ട് ഇപ്പൊ സ്വാമിയാവുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ മാലയിട്ടോണ്ടൊന്നും പറയുന്നില്ല എന്ന്. ഇപ്പൊ മാലയിട്ട എന്തോ പറയാൻ പാടില്ല എന്ന് നമുക്ക് തന്നെ ഒരു ധാരണയുണ്ടല്ലേ? നോക്കൂ, നമ്മളുടെ വികാരങ്ങളെ, ലോകത്തില് ഈ കാണുന്ന സകല ജീവജാലങ്ങൾക്കും വികാരമുണ്ട്. നമ്മൾക്കുള്ളത് പോലെ വികാരങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. ആ വികാരത്തിനനുസരിച്ച് പെരുമാറുക എന്നത് എല്ലാ ജീവജാലത്തിനും പറ്റും. അലഞ്ഞു തിരിയുന്ന പട്ടിക്കും പറ്റും, മറ്റു മൃഗങ്ങൾക്കും പറ്റും. പക്ഷെ വിചാരങ്ങളിലൂടെ നിയന്ത്രിക്കുവാൻ സാധിക്കുക എന്നത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്കൊരു നായ നമ്മളൊക്കെ നക്കിക്കുടിയാന്ന് വിളിക്കാറുണ്ട്. നായ മാത്രമല്ല, മൃഗങ്ങളും നാവ് കൊണ്ട് വെള്ളം അണ്ണാക്കിലേക്ക് തള്ളുക, അങ്ങനെയാണത് വെള്ളം കുടിക്കുക. അപ്പൊ നായ ചിന്തിക്കുകയാണ്, ഞാൻ ഒരിക്കലും നക്കി കുടിക്കില്ല, കാരണം എല്ലാവരും നക്കിക്കുടിയാ വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നക്കി കുടിക്കില്ല, പൊന്തിച്ചിട്ടേ കുടിക്കുള്ളൂ തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാൻ പറ്റുമോ? അതിന് പറ്റില്ല. ചിന്തിക്കാൻ പറ്റുമായിരിക്കും. നമ്മളിപ്പോ ഒരു ഗ്ലാസ്സിൽ വെള്ളം കിട്ടിയാൽ കടിച്ചു കുടിക്കാം, ഇല്ലേ? നമുക്കത് ഉയർത്തി കുടിക്കാം. ചിന്തകളെ കൊണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനാണ് വിവേകം എന്ന് പറയുന്ന ഒരു ശക്തി മനുഷ്യന് തന്നിട്ടുള്ളത്. ആചാര്യസ്വാമികള് വിവേകം എന്ന് പറയുന്നത് നമ്മളുടെ ചൂടാമണിയാണെന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ഈ എല്ലാ കാലത്തും നമുക്ക് ഇപ്പം അങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, നമുക്കത് സാധിക്കില്ല. കാരണം സ്വഭാവോ നോപദേശേന ശക്യതേ കർത്തുമന്യഥാ സുതമഭിപാരീയം പുനർഗച്ഛതി ശീതതാം. നമ്മളൊക്കെ ഓരോരോ സ്വഭാവത്തിൽപ്പെട്ടവരാ. ആ സ്വഭാവത്തിനനുസരിച്ചൊക്കെ നമുക്ക് പെരുമാറാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേശ്ശെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ പറ്റും. ഓരോ മണ്ഡല വർഷം നോക്കും, 365 ദിവസത്തില് വെറും 41 ദിവസമാണ് നമ്മൾ ഈ വ്രതമൊക്കെ എടുക്കുന്നത്. എല്ലാ വ്രതം എടുക്കുന്നവരല്ല പറയണത്. പൊതുവെ ഹിന്ദു സമൂഹം മലയ്ക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാലയിടുമ്പോൾ ഒരു 41 ദിവസം വ്രതം എടുക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു 41 ദിവസത്തെ വ്രതം എന്ന് പറയുന്നത്
കർമ്മത്തിന്റെ സ്വഭാവം എന്താ അറിയോ? റിപ്പീറ്റ് ചെയ്യും തോറും അത് നമ്മളുടെ ഒരു ശീലമായിട്ട് മാറും. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം രാവിലെ കുടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു എന്നേ പറയുള്ളൂ. രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാലോ, അത് ഇന്ന് മാത്രം ചെയ്താൽ പോരാ, എല്ലാ ദിവസവും ചെയ്യണം. അത് നമ്മുടെ എൻ്റെ ശീലമാണെന്ന് പറഞ്ഞാലോ, ദിവസവും ചെയ്യാന്നുള്ളതല്ല, എത്രയോ കാലമായി ഞാൻ തുടരുന്നു. അതുകൊണ്ടാണ് ഇതിന് ശീലം എന്ന് പറയുന്നത്. ഈ സ്വഭാവത്തിൽ നമ്മൾ വരുത്തിയാൽ കർമ്മം സ്വഭാവമാക്കാൻ പറ്റും, സ്വഭാവം ശീലമാക്കാൻ പറ്റും. എല്ലാ വർഷവും നമ്മൾ ഈ 41 ദിവസം ഇത്തരത്തിൽ നമ്മളുടെ ഉള്ളിലുള്ള വികാരങ്ങളെ നിയന്ത്രിച്ച് നന്മ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ എങ്ങനെയായി പോകുന്നറിയോ? അയ്യപ്പന്റെ പോലെ ആയിപ്പോകും. അയ്യപ്പനും നമുക്ക് നമ്മളുടെ വ്യത്യാസം എന്താ? നോക്കൂ, അയ്യപ്പനും നമുക്ക്, നമ്മള് ഓരോരുത്തരെയും അയ്യപ്പന്റെ പ്രതിരൂപമാണ് എന്ന് പറയാൻ കാരണം നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്ന ശക്തി യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് തത്വമസി നമ്മുടെ ബോർഡ് എഴുതി വെച്ചിട്ടുള്ളത്. അയ്യപ്പനെ പൂജിച്ച ആ വിഗ്രഹത്തെ, ലോകം മുഴുവനും ആരാധിക്കുന്ന ആകർഷിക്കുന്ന ആ വിഗ്രഹത്തെ ഞാൻ തൊടുമ്പോൾ എൻ്റെ ഉള്ളിലേക്കും ആ ശക്തി വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ലോകത്തിൽ നിങ്ങൾക്ക് എന്നെ കേൾക്കണം തോന്നും, എന്നെ ആരാധിക്കണം തോന്നും. നിങ്ങൾക്ക് ആ ശക്തിയുടെ ഒരു പ്രതിരൂപമായിട്ട് എന്നെ കാണാൻ സാധിക്കും. നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? കുറേശ്ശെയായിട്ട് നമ്മളുടെ ഉള്ളിലെ ആ നന്മയെ നിങ്ങളിങ്ങനെ വളർത്തുമ്പോൾ എങ്ങനെയായി പോകുന്നറിയോ? ഇറുപ്പവനും മലർഗന്ധമേകും, വെട്ടുന്നവനും തരുചൂടകറ്റും, ഹനിപ്പവനും കിളി പാട്ടുപാടും, പരോപകാര പ്രവണം പ്രപഞ്ചം. ഈ ലോകത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്? ഇപ്പൊ ഒരു പൂവ്, ആ പൂവ് വിചാരിച്ച് അതിന്റെ മണം വേണ്ട മറ്റുള്ളവർക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? പൂവിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സുഗന്ധത്തെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. അത് ആര് വന്നാലും, നല്ലവൻ വന്നാലും ചീത്തവൻ വന്നാലും ആര് വന്നാലും ആ പൂവിൻ്റെ സുഗന്ധം ആസ്വദിക്കും. അതുപോലെ നമ്മളുടെ ഉള്ളുമായി മാറുന്നതാണ്. നമ്മൾ വിചാരിച്ചാൽ പോലും നമുക്ക് നമ്മളുടെ ഉള്ളിലെ നന്മ തടയാൻ പറ്റില്ല. എല്ലാവരും വെറുതെ നോക്കൂ, ഈശ്വരന്റെ സ്വഭാവം തന്നെ. ഈശ്വരൻ പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ ഭക്തന്മാർ പറഞ്ഞാൽ, ഇങ്ങനെ ഒരാളായി തീർന്നാൽ അയാൾ പറയുന്നത് ഞാൻ നടപ്പിലാക്കും. മനുഷ്യനും മൃഗമല്ലാത്തൊരു രൂപമെടുത്തു. വിഷ്ണു ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് രൂപമെടുത്തു. മനുഷ്യനുമല്ല മൃഗവുമല്ല. പക്ഷേ വന്നത് എവിടുന്ന് അറിയോ? ഒരു തൂണിൻ്റെ ഉള്ളിൽ. ഇപ്പൊ നാരദൻ ചോദിച്ചു, ഒരു ജീവി ഉണ്ടാവണമെങ്കിൽ ഒരു ഗർഭപാത്രം വേണ്ടേ? ഒരു അമ്മേന്റെ വയറ്റിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ലോജിക്ക് ഉണ്ട്, നിയമവും. ഇതൊന്നുമില്ലാതെ എന്തിനാ ഭഗവാൻ ഈ തൂണിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? സത്യം വിധാതും നിജഭൃത്യഭാഷിതം സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. ഭഗവാൻ പറഞ്ഞത് എൻ്റെ ഭക്തൻ പറഞ്ഞു. നോക്കൂ, ഭഗവാന്റെ കാരുണ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ഉള്ളിൽ ആ നന്മ വന്നു തുടങ്ങിയാൽ, നിങ്ങളൊക്കെ ഓരോരുത്തരും മാല ധരിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ആ ഭഗവാനെ വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളങ്ങനെ കുറേശ്ശെ മാറും. അങ്ങനെ മാറിയാൽ എന്താ ലക്ഷണം എന്നറിയോ? നിങ്ങളുടെ അടുക്ക വന്നിട്ട് ആരെങ്കിലുമൊക്കെ ദുഃഖം പറയാതിരിക്കുക. അപ്പൊ നിങ്ങൾ പറയും, മാറും കേട്ടോ, സാരില്ല, അപ്പൊ മാറിക്കും. എങ്ങനെ മാറി ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഭക്തനാ പറഞ്ഞത് മാറുന്നു. അതുകൊണ്ട് പ്രഹ്ലാദൻ പറഞ്ഞപ്പോൾ ഞാനിതാ, എനിക്ക് അമ്മേന്റെ ഗർഭമാണോ അച്ഛന്റെ ഗർഭമാണോ എന്ന് നോക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ തൂണിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നു. മാത്രല്ല വേറൊരു ന്യായം കൂടെ വ്യാസൻ പറഞ്ഞു വെച്ചു. വ്യാപ്തിഞ്ച ഭൂതേഷു അഖിലേഷു ജാത്മന. ആദ്യം നമുക്ക് ഈ അമ്പലത്തിന്റെ ഉള്ളിലുള്ള വിഗ്രഹത്തിലെ ഈശ്വരനുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്ത് വേണമെന്നറിയോ? ആ ഈശ്വരൻ തന്നെയാണ് ഈ കാണുന്ന സകലത്തും എന്നുള്ള ബോധം വേണം. അതുകൊണ്ടാണ് തത്വമസി എന്ന ബോർഡ് എഴുതി വെച്ചത്. ഏതൊരു ദിവ്യമായ ചൈതന്യത്തെ കാണുവാൻ, ലോകം മുഴുവനും ആകർഷിക്കുന്ന ആ ദിവ്യമായ ചൈതന്യത്തെ കാണുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുദ്ര ധരിച്ച് വ്രതമെടുത്ത് കെട്ട് നിറച്ച് പമ്പയിൽ കുളിച്ച് ശുദ്ധമായി കാനനപാതയിലൂടെ നടന്ന് ആ സത്യമായ 18 പടികളും കടന്ന് അവിടെ എത്തുമ്പോൾ നിങ്ങളുടെ വിഗ്രഹമല്ല ആദ്യം കാണുന്നത്. അവിടെ വലിയൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, തത്വമസി. ആ
18-ാം പടിക്ക് മുകളിൽ ധ്വജത്തിന്റെ പിന്നിലായിട്ട് മുഖപ്പിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ 18-ാം പടിയിലെ ആ മുഖപ്പിൽ എഴുതി വെച്ചിട്ടുള്ള തത്വം എന്താണെന്നറിയോ? ആ അയ്യപ്പസ്വാമി ഓരോരുത്തരെയും നോക്കിയിട്ട് പറയുകയാണ്, കുഞ്ഞെ, ഏതൊരു ദിവ്യമായ ചൈതന്യത്തിനെ കാണുവാനാണോ നീ വന്നത്? തത് ത്വമസി, നിന്റെ ഉള്ളിലുണ്ട് കുട്ടി ആ ചൈതന്യം. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ചൈതന്യമായിട്ട് വിഹരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കുവാനുള്ള പ്രേരണ തരുന്ന ശക്തി അയ്യപ്പസ്വാമിയാണ്. അത് നമുക്ക് ഓരോരുത്തരും ആ ചൈതന്യത്തെ അല്പാൽപ്പം വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഈ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ നമുക്ക് അതിന് കാരണമായി തീരട്ടെ. ഒന്നുകൂടെ പറയട്ടെ, കലിയുഗത്തിൽ ഏറ്റവും വലിയ ശക്തി എന്താ അറിയോ? നിങ്ങൾ ജപിച്ചത് കലോ നാമ സങ്കീർത്തനാത്. ഈ അമ്പലം ഉത്തരോത്തരം വർദ്ധിക്കാൻ കാരണമാകണം എന്നാണ് ഇവർ പ്രാർത്ഥിച്ചത്. ഞാൻ ചോദിച്ചു, എന്തിനപ്പം എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ചോദിച്ചു പറഞ്ഞു, തിരുമേനിയുടെ ഈ സാന്നിധ്യം ഈ അമ്പലത്തിന് ഉത്തരോത്തരം വളരുവാൻ കാരണമായി തീരണം. അത് സാധാരണ അങ്ങനെ നിങ്ങളും പറയാറുണ്ട്. ശബരിമലയിൽ നടക്കുന്ന സമയത്ത് ഒരു വർഷക്കാലം ഞാൻ ആ ഭഗവാന്റെ പൂങ്കാവനത്തിൽ നടക്കുമ്പോൾ ഞാനൊരു വ്രതമെടുത്തത് എന്തായോ, ഞാൻ അവിടെ ചെരുപ്പിടില്ല. എന്തുകൊണ്ടാണ് ചെരുപ്പിടില്ല എന്ന് പറഞ്ഞതെന്നറിയോ? ശബരിമലയ്ക്ക് ആ പേര് വരാൻ കാരണം അയ്യപ്പനുള്ളത് കൊണ്ടാണോ? അയ്യപ്പനുള്ളത് കൊണ്ടൊന്നല്ല. ശബരിമലയ്ക്ക് അയ്യപ്പസ്വാമി ആ മല തെരഞ്ഞെടുക്കാൻ കാരണം ശ്രമണിക എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി. ആ കൊച്ചുകുട്ടി ആ മലയില് ഒരു മഹർഷി തപസ് ചെയ്തിരുന്നു. ആ മഹർഷിയെ സേവിച്ചുകൊണ്ട് മഹർഷിക്ക് വേണ്ടുന്ന പഴങ്ങളും പൂക്കളൊക്കെ പറിച്ചു. അങ്ങനെ നിന്നപ്പോഴ് ആ മഹർഷി അവിടം വിട്ട് പോകുമ്പോൾ ശ്രമണിക എന്ന് പറയുന്ന കൊച്ചു കുട്ടിയോട് പറഞ്ഞു, ശ്രീരാമൻ ത്രേതായുഗത്തിലൂടെ വരും. അപ്പൊ ശ്രീരാമൻ സീതയെ അന്വേഷിച്ചുകൊണ്ട്, ഭാര്യയെ അന്വേഷിച്ചുകൊണ്ട് വരുമ്പോൾ നീ ആ വഴി പറഞ്ഞു കൊടുക്കണം. നമുക്ക് ആ കൊച്ചുകുട്ടി അന്ന് മുതല് ശ്രീരാമൻ വരുമല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവയ്ക്കും, പൂ കൊണ്ടുവയ്ക്കും, ശ്രീരാമന് കഴിക്കാൻ പഴങ്ങൾ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ദിവസവും വരുമോ നോക്കും. ആ കുട്ടി വളർന്ന് 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 ശ്രീരാമൻ അവിടെ വരുമ്പോഴ് വെള്ളിക്കമ്പി പോലെയാണ് ആ സ്ത്രീയുടെ മുടിയെന്നാ പറയണത്. എത്ര വർഷമായിട്ടുണ്ടാവും? എന്താ ഉപാസന ചെയ്തത്? ഒരു മന്ത്രവും ജപിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ സ്ത്രീ ചെയ്തത്, ആ ശ്രമണിക എന്ന് പറയുന്ന കുട്ടി പിന്നീട് ശബരിയായിട്ട് മാറി. ആ ശബരി ദിവസവും പൂ കൊണ്ടുവയ്ക്കും. അതിപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ അറിയോ? ഇപ്പോൾ ഈ അവിലും മലരും വെക്കുന്നത് അയ്യപ്പൻ സ്വീകരിക്കുമോ? അല്ല, അപ്പോൾ നമ്പൂരി അവിടെ നേരിക്കുന്നതല്ലേ സ്വീകരിക്കും? അല്ല, ഇതും സ്വീകരിക്കും. ഭക്തിപൂർവ്വം നിങ്ങൾ ഒരു പൂ അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ അതും സ്വീകരിക്കും. ആ അമ്മ അവിടെ വെച്ചിട്ടുള്ള വെള്ളം, ആ പിന്നെ ഓരോ തരത്തിലുള്ള പിന്നെ ചെയ്യാൻ സാധിക്കുന്ന ദിവസവും റിപ്പീറ്റ് ചെയ്തപ്പോൾ അതൊരു തപസ്സായി മാറിയെന്നാണ്. അതുകൊണ്ടാണ് ആ മലയ്ക്ക് ശബരിയുടെ മലയാണ് ശബരിമലയായിട്ട് മാറിയത്. അതുകൊണ്ടാണ് ഇത്രയധികം വ്രതത്തോടുകൂടെ, ഇത്രയധികം നിഷ്ഠയോടുകൂടെ ജീവിച്ച ആ സ്ത്രീയെ ജീവിച്ചിരുന്ന മല അയ്യപ്പസ്വാമി തിരഞ്ഞെടുക്കാൻ കാരണം. അതുകൊണ്ട് നിങ്ങൾക്കാവുന്നതേ ചെയ്യുന്നു, പക്ഷേ അത് അർപ്പണബോധത്തോടു കൂടി ചെയ്യുക. അപ്പോൾ ഭഗവാൻ അത് കേൾക്കും. ആ ഒരു രീതിയിൽ നിങ്ങളും ആ വ്രതം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളേ ശുദ്ധാവും. ആ രീതിയിൽ നിങ്ങൾ നടക്കുമ്പോൾ ആ നടക്കുന്ന സ്ഥലം പവിത്രം. നിങ്ങൾ വാക്ക് പറയുമ്പോൾ ആ വാക്ക് സത്യമായി തീരും. അതുകൊണ്ടാണ് സജ്ജനങ്ങളെയും ഋഷികളെയും ഒക്കെ നമ്മളുടെ വീടുകളിലേക്കും ഇതുപോലുള്ള ക്ഷേത്രങ്ങളിലേക്കും ഒക്കെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അവരുടെ സാന്നിധ്യം, അവരുടെ കാലിൽ പറ്റിയിട്ടുള്ള പൊടികൾ ഒക്കെ ഇവിടെ വീഴുമ്പോൾ അത് എത്രയോ എത്ര വർഷത്തെയായി, അതായത് 1000 വർഷം കൂരിരട്ടുണ്ടെങ്കിൽ ഒരു സൂര്യൻ വന്നാൽ അതൊക്കെ പോകും. ഒരു വിളക്ക് കത്തിച്ചാൽ തീരാത്ത ഒരു ഇരുട്ടുമില്ല. അതുപോലെ അത്തരത്തിലുള്ള ദോഷങ്ങളൊക്കെ തീരുന്നാണ് പറയുക. ഇവിടെയും നിങ്ങളുടെ നാമജപവും സജ്ജനങ്ങളുടെ സന്ദർശനവും ഒക്കെ തന്നെ ഈ ക്ഷേത്രത്തെയും എല്ലാ അർത്ഥത്തിലും ഉത്തരോത്തരം പ്രശസ്തിയിലേക്ക് എത്തിക്കുമാറാകട്ടെ. ഇതിന് കാരണമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.
എല്ലാവർക്കും നന്മ വരട്ടെ.